ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. എക്സൽ സൈസിലുള്ള ഒരു 42-44 സൈസ് വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ. ഈ ഫാബ്രിക്കിനെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് 41 ഇഞ്ച് നീളത്തിൽ ഇതിനെ അളന്നിട്ട് 4 മടക്കിയെടുക്കണം. 41 ഇഞ്ച് ബാക്കിലും 41 ഇഞ്ച് ഫ്രണ്ടിലും എന്ന രീതിയിലാണ് മടക്കി വയ്ക്കേണ്ടത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള ഭാഗം താഴോട്ടുള്ള ഫ്രിൽസിനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചത്. ഇത് അളന്ന് നോക്കിയിട്ട് 2 സൈഡിലായിട്ടും 41 ഇഞ്ച് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഫാബ്രിക്കിനെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത ഭാഗത്ത് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം ഫ്രിൽസിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഈ ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ആദ്യം ഫോൾഡ് ചെയ്ത് അതേ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഫ്രിൽസിനുള്ള ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. 7.5 ഇഞ്ചാണ് ഫ്രിൽസിനായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. 7.5 ഇഞ്ചോ ആണ് താഴെ ഫ്രിൽസിനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിൽ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മുകളിൽ ടോപ്പ് പാർട്ടിൽ നമ്മൾ കുറച്ച് കുറയ്ക്കുക. 41 എടുത്തത് ഒരു 35 അങ്ങനെ കുറച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വീതിയിൽ ഫ്രിൽസ് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച 41 ഇഞ്ചിൽ മാറ്റി വെച്ച ഫാബ്രിക്കാണിത്. ഇതിലിനി നെക്കും അംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 7.5 ഇഞ്ചാണ് ഷോൾഡറിനായിട്ട് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴോട്ട് ആം ഹോളും 7.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു ബോക്സാക്കി ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 11 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അതിലേക്ക് 1.5 കൂടെ മാർക്ക് ചെയ്യണം തയ്യൽ തുമ്പായിട്ട്. ഇനി ഷേപ്പ് മാർക്ക് ചെയ്യാം. അതിന് മുകളിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് കൂടെ എടുക്കണം. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് 21 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിന് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ആം ഹോള് ഗർവ് ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കാം. അളവുകൾ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിലൂടെ ഒന്ന് ഷേപ്പായിട്ട് വരച്ചെടുക്കാം. ഇനി സ്ലീവിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം ലെങ്ത്ത് എടുക്കാം. 8 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തു. ഇനി വിഡ്ത്ത് 12 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടി 12 ഇഞ്ച് എടുത്തു. സ്ലീവിന് പഫ് വയ്ക്കുന്നുണ്ട്, ഇലാസ്റ്റിക്കും വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് 12 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തത്.
അളവുകൾ മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതിനെ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നെക്കിൻ്റെ അളവുകളാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, അത് മാർക്ക് ചെയ്തു. ഇനി താഴേക്ക് ലെങ്ത്ത് 6 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ അളവിൽ ഇതിനെ ഒരു സ്ക്വയർ ആക്കി എടുക്കുക. എന്നിട്ട് ഈ കോണ് ഭാഗത്ത് നിന്ന് 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടൊരു റൗണ്ട് ഷേപ്പിൽ ഇതിനെ വരച്ചെടുക്കുക. ഇനി ഇതുപോലെ ബാക്ക് നെക്കും ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് എടുത്തത്. അതിനും ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്ത് വരച്ചെടുക്കാം. മാർക്കിംഗ് കഴിഞ്ഞു. ഇനി വരച്ചിട്ടിരിക്കുന്നതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി താഴെ വരെ ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ നൈറ്റി ഫ്രോക്ക്, നൈറ്റികളൊക്കെ ഒന്ന് മെറ്റീരിയൽ മേടിച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ നൈറ്റി ഫ്രോക്കൊക്കെ നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റംസാണ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചിൽ കയറ്റി കട്ട് ചെയ്തെടുക്കണം. നൈറ്റിയുടെ 2 സൈഡിലും തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ളൊരു കട്ടിങ് കൊടുക്കുന്നത്. ഇനി ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻട്രൽ കൂടെ ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ആ കട്ടിങ് കൊടുക്കാതെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ കിട്ടും അതുപോലെ ചെയ്താൽ. ഈ നൈറ്റി ഫ്രോക്കിൻ്റെ സ്ലീവും താഴെ വയ്ക്കുന്ന ഫ്രില്ലൊക്കെ വേറെ ക്ലോത്താണ്, വേറെ ഇതിനെ മാച്ചായിട്ടുള്ള വേറെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ കട്ടിങ്ങും ഇതൊക്കെ ഞാൻ ഇതുപോലെ ഒരേ ക്ലോത്ത് കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് വരുമ്പോൾ ഇതിൻ്റെ സ്ലീവ് വേറെ ആയിരിക്കും, അതുപോലെ താഴത്തെ ഫ്രില്ലും വേറെ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് നിന്ന് കെട്ടിനുള്ള വള്ളി ഉണ്ടാക്കാനുള്ളതും കട്ട് ചെയ്തെടുക്കണം. പിന്നെ നെക്ക് ഏത് മോഡലാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പീസും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് കട്ട് ചെയ്യുന്നത് കെട്ടിനുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുള്ള പീസ് തികഞ്ഞിട്ടില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്തൊക്കെ ചെയ്തെടുക്കുക. ഇനി ക്രോസ് പീസിനുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തുണി ഇല്ലയെന്ന് കരുതി തന്നെ കട്ട് ചെയ്യാം. അവസാനം വരുമ്പോൾ തുണി തീരെ ഇല്ലാതെയാകും. അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിച്ച് ചെയ്യാം. എക്സൽ സൈസിലും XXLിലൊക്കെ ചെയ്യുകയാണെങ്കിലാണ് ഇത് തികയായി വരുള്ളൂ. നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ തുണി ഉണ്ടാകും കേട്ടോ. നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുക.
ഈ ഒരു പ്രിൻ്റ് വരുന്ന മാച്ചായിട്ടുള്ള ക്ലോത്തിലാണ് സ്ലീവും താഴേക്കുള്ള ഫ്രിൽസും വെക്കുന്നത്. ഒറ്റ ക്ലോത്തിലായിരുന്നല്ലോ കട്ടിങ്ങും ഒക്കെ കാണിച്ചു തന്നത്, ഫ്രിൽസിനുള്ളതൊക്കെ. അപ്പോൾ ഞാനിനി സ്റ്റിച്ചിങ്ങിനായിട്ട് ഓരോന്ന് മാച്ചായ രീതിയിൽ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.